ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജെറ്റ് വേഗത്തിൽ ഉയരുന്ന അണ്ടർ വാല്യുവേഷൻ സ്റ്റോക്കിലാണ്. റെഗുലർ ആയിട്ട് ഡിവിഡൻറ്റും ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ്, അതുപോലെ തന്നെ ബോണസും സ്പ്ലിറ്റും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ലോങ് ടേമിന് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മൾ ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് പെന്നി സ്റ്റോക്കിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആക്സിറ്റ കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. സോ ഡിസംബർ 22-ാം തീയതി ഇവർ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ബേസിസിലാണ്. ഇപ്പോൾ ഒരു പെന്നി സ്റ്റോക്ക് കൂടിയാണ്, 32 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസിന് ഈ ഒരു സ്റ്റോക്ക് എലിജിബിൾ ആകണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് ഡേറ്റ് ബോണസ് 1:3. ഓക്കെ, ഡിസംബർ 22-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ ആക്സിറ്റ കോട്ടൺസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കോട്ടൺ ബോൾസ് ബിസിനസ്സാണ്, നല്ല ഡിമാൻഡുള്ള സെക്ടറാണ്, ടെക്സ്റ്റൈൽ സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ്, 2013 മുതലേ ഉള്ള സ്റ്റോക്കാണ്. സോ കറൻ്റ്ലി ഈ ഒരു സ്റ്റോക്ക് 32 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 1:3 എന്ന് പറയുമ്പോൾ അതായത് ഒരു സ്റ്റോക്കിന് 3 സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് ആ ഒരു റേഞ്ചിലാണ്. അതായത് 32 × 3 96 റുപ്പീസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റോക്കിന് 96 റുപ്പീസ്. അപ്പോൾ ഇവരുടെ 52 വീക്ക് ലോ എന്ന് പറയുമ്പോൾ 24 റുപ്പീസ് ആവുകയാണ്. ഓക്കെ, ഇപ്പോൾ അതാ 32 റുപ്പീസാണ്. സോ 24 റുപ്പീസൊക്കെ ആകും. അപ്പോൾ ബോണസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിസംബർ 21 അല്ലെങ്കിൽ അതിന് മുന്നേ മേടിച്ചാലേ നമ്മൾ എലിജിബിൾ ആവുള്ളൂ. ഡിസംബർ 22-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മേടിക്കുമ്പോഴേ ഈ ഒരു സ്റ്റോക്കിന് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വാലുവേഷൻ നോക്കാം. മാർക്കറ്റ് ക്യാപ് 637 crores, ROC 49 പോയിൻ്റ് ഉണ്ട്, ROE 38.4, ഫേസ് വാല്യൂ 1, പ്രൊമോട്ടർ ഹോൾഡിംഗ് 70 ഉണ്ട്, ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ്, 50 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡും തരുന്നു. ഈ ഒരു സെക്ടറിന് നല്ല ഡിമാൻഡ് ഉണ്ട്, ടെക്സ്റ്റൈൽ സെക്ടറിൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ട് വരുന്നു. FII ഹോൾഡിങ്സ് നല്ല ഉയർന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ല വർദ്ധിക്കുന്നു, അതുപോലെ സെയിൽസ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആവുന്നു, റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കണ്ടോ, 69.97, FII ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ 24 പോയിൻറ്റ്സ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആൻഡ് വാല്യുവേഷൻ ഒക്കെ തന്നെയുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗ്രോയിങ് ആൻഡ് ബോണസും തരുന്നു. ഒരു പെന്നി സ്റ്റോക്ക് ബോണസ് സ്പ്ലിറ്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. സോ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നോക്കുന്നില്ല നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. 5 ഇയേഴ്സിൽ 82% ഉയർന്നിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ റവന്യൂ ഗ്രോത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയരുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ബോണസ് നോക്കുകയാണെങ്കിൽ 2019 മുതൽ 19 അതുപോലെ 22-ൽ തന്നിട്ടുണ്ട്, ഇപ്പോൾ 23-ൽ ബോണസ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡിവിഡൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2022-ൽ ഡിവിഡൻറ്റ് തന്നിട്ടുണ്ട്, 2023-ൽ November 17-ന് ഡിവിഡൻറ്റ്. സോ ഈ ഒരു സ്റ്റോക്ക് തുടർന്നും ഉയരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇതല്ലാതെ ബാക്കി വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണ് അണ്ടർ വാല്യുവേഷൻ സ്റ്റോക്കുകൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അണ്ടർ വാല്യുവേഷൻ സ്റ്റോക്ക്. സോ അണ്ടർ വാല്യുവേഷൻ അതുപോലെ ഹൈ ഡിവിഡൻഡ് ഈൽഡിങ് റെഗുലർ ആയിട്ട് ബോണസ് തരുന്ന സ്റ്റോക്കിൽ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് REC ലിമിറ്റഡ് ആണ്. 430 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നല്ലൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്റ്റോക്കാണ്, BSE സ്റ്റോക്കാണ്. ലോങ് ടൈമിന് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ നോക്കിയാൽ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 120 റുപ്പീസിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് 2023 സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 4 ടൈംസ് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ അത്ര നല്ല ഗ്രോത്തിലാണ് REC ഉള്ളത്. സോ REC നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിനാൻസ് സെക്ടറിൽ 3rd പ്ലേസിൽ വരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഞാൻ ഈ പറയുന്ന സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ലാഭം കിട്ടും. കാരണം RECയിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് 13,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇനിയും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള നല്ല ഒരു സ്റ്റോക്കാണ് REC. സോ RECയുടെ ഗ്രോത്ത് നമുക്ക് നോക്കാം. 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് 287, 5 ഇയേഴ്സിൽ 450, ഡബിൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ റവന്യൂ ഗ്രോത്ത് നെറ്റ് ഇൻകം നല്ല വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഈൽഡേഴ്സ് 2022-ൽ 23-ൽ 2-3 ടൈംസ് ഒക്കെ 23-ൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. അതും നല്ലൊരു സ്റ്റോക്കാണ്. പിന്നെ അതുപോലെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് മാത്രമല്ല
ബാക്കി ബോണസും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ബോണസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ ഈ ഒരു സ്റ്റോക്ക് ബോണസ് 2016 2022 ബോണസും നൽകിയിട്ടുണ്ട്. സോ ഇതൊക്കെ ഒരു നല്ലൊരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് NMDC. ഓക്കെ, NMDCയും നല്ല ഒരു ഷോർട്ട് ടേമിൽ തന്നെ നല്ല ഉയർന്ന സ്റ്റോക്കാണ്. ഹൈ ഡിവിഡൻഡ് yielding ആണ്. പക്ഷെ റെഗുലർ ആയിട്ട് ബോണസ് എന്ന് പറയാൻ പറ്റില്ല. സോ ഇനി ചിലപ്പോൾ ബോണസ് തരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് മെയിൻലി അയൺ ഓർ പ്രൊഡക്ഷനിലാണ് വരുന്നത്. ഡയമണ്ട് ആൻഡ് സ്പോഞ്ച് അയൺ പ്രൊഡക്ഷനിൽ വരുന്നു. 195 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഡെപ്റ്റ് ഫ്രീ ആണ്. മൈനിങ് ആൻഡ് മിനറൽ പ്രോഡക്ട്സിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഹൈ ഡിവിഡൻഡ് yielding ആണ്. 200 റുപ്പീസിന് താഴെ ഹൈ ഡിവിഡൻഡ് yielding, നല്ല ഒരു ഫിനാൻഷ്യലി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് സ്റ്റോക്ക് PFC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് പറയും. 412 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിന് 430 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 450 500 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഉടൻ തന്നെ ഉയരുമ്പോൾ എന്നല്ല, ലോങ് ടേമിന്. കാരണം ഈ ഒരു സെക്ടറിന് നല്ല ഡിമാൻഡുണ്ട്. NBFC സ്റ്റോക്കുകൾക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബെറ്റർ തന്നെയാണ്. ഫിനാൻസ് സെക്ടറിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്നു. നല്ല ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. ബാലൻസ് ഷീറ്റ് നോക്കിയാലും റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. PFCയുടെ ഡിവിഡൻറ്റും ബോണസ് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 1 ഇയർലി ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 268 ആണ്. 5 ഇയേഴ്സിൽ 476. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ നെറ്റ് ഇൻകം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2022 23 ഡിവിഡൻഡ് 2-3 ടൈംസ് തന്നിട്ടുണ്ട്. ദെൻ ഡിവിഡൻഡ് അല്ലാതെ ബോണസും തന്നിട്ടുണ്ട്. സോ നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, 2016 2023 ബോണസ് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. അഗെയിൻ നെക്സ്റ്റ് ഒരു PSU സ്റ്റോക്ക് തന്നെയാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് ഇലക്ട്രിക് ട്രാൻസ്മിഷൻ കമ്പനിയാണ്. 234 റുപ്പീസിൽ, എന്നാൽ ഹൈ ഡിവിഡൻഡ് yielding 4.73% ഡിവിഡൻഡ് yielding, ROC 13 ആൻഡ് ROE 19.6. ഓക്കെ, പവർ ജനറേഷനിൽ തേർഡ് പ്ലേസിൽ, എന്നാൽ ഫിനാൻഷ്യലി നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് പറയാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും പ്രൊമോട്ടർ ഹോൾഡിംഗ് 51, FI ഹോൾഡിങ്സും ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. സോ പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 1 ഇയർലി ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 43 ആൻഡ് 5 ഇയേഴ്സിൽ 114 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2022-23 നല്ല ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ദെൻ ബോണസ് 2021-23 ബോണസും തന്നിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. സിസ്റ്റമാറ്റിക്കലി നല്ല ഒരു ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. 1 ഇയറിൽ 53%, അതുപോലെ 5 ഇയേഴ്സിൽ 26%. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2021 മുതൽ 23 വരെ റെഗുലറായിട്ട് ഡിവിഡൻഡ് വരുന്നുണ്ട്. ബോണസും 2016, 18, 22 ബോണസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 122 റുപ്പീസിൽ നിന്നിട്ട് ഹൈ ഡിവിഡൻഡ് yielding 4.06, ROC 8.09 ആൻഡ് 7.17%. ഫേസ് വാല്യൂ ടൺസ്. സ്പ്ലിറ്റൊക്കെ ഭാവിയിൽ തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. റെഫിനറീസിൽ വരുന്ന സ്റ്റോക്കാണ്. റെഫിനറീസിൽ ഈ ഒരു സ്റ്റോക്ക് സെക്കൻഡ് പ്ലേസിൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, HAL. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. ഓക്കെ,
സോ ഈ ഒരു സ്റ്റോക്കും ആഫ്റ്റർ ദ സ്പ്ലിറ്റ് നല്ല ഉയർന്നിട്ടുണ്ട്. ഈ ഒരു 2759 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നല്ല ഡിവിഡൻഡ് സ്റ്റോക്കാണ്. ROC 30.6, ROE 27 ആൻഡ് ഫേസ് വാല്യൂ 5 ഉണ്ട്. സോ ഇനിയും സ്പ്ലിറ്റൊക്കെ തരാം. ഡെപ്റ്റ് ഫ്രീ ആണ്. നല്ല ഗ്രോത്ത് ഉണ്ട്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് പ്രോഫിറ്റ് ഗ്രോത്ത് 23.9%. ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് നോൺ ഇലക്ട്രിക്കബിളിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും FII ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്. സോ ബോണസ് അല്ലെങ്കിൽ സ്പ്ലിറ്റിന് ശേഷം സ്റ്റോക്കുകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആക്സിറ്റ കോട്ടൺ പറഞ്ഞത്. സോ ആഫ്റ്റർ ദി ബോണസ് ഈ ഒരു സ്റ്റോക്ക് പെന്നി സ്റ്റോക്ക് ആയാലും നല്ല ഉയരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ നോട്ട് ചെയ്യുക. ലിമിറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പെന്നി സ്റ്റോക്കിലൊക്കെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ. സോ ഈ ഒരു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 1 ഇയറിൽ തന്നിരിക്കുന്ന 113 ആൻഡ് 5 ഇയേഴ്സിൽ 605% ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ വൈസ് മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം കൺസിസ്റ്റൻ്റ് ആയിട്ട് 5 ഇയേഴ്സ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് 2022-23 2-3 ടൈംസ് ഹൈ ഡിവിഡൻഡ് തന്നിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. ദെൻ ഡിവിഡൻഡ് അല്ലെ ബോണസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബർ 28 തീയതി സ്പ്ലിറ്റ് വെച്ചിട്ട് 1:2. ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയർന്നത്. ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്കിലെല്ലാം നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക. കാരണം ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങൾ തറവായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.